പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ കുവൈറ്റിൽ 2 ഓഫീസർമാർക്ക് ജീവൻ നഷ്ടമായി. കുവൈറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലാൻഡ് ബോർഡ് സെക്യൂരിറ്റിയിലെ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഇമാദ് അൽ ഷറ, മേജർ ഫഹദ് അബ്ദുൽ അസീസ് അൽ മെഹ്മെദ് എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള സുരക്ഷാ ചുമതലകളുടെ ഭാഗമായി ചുമതലകൾ നിർവഹിക്കുന്നതിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ 2 ഉദ്യോഗസ്ഥരും രക്തസാക്ഷികളായത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബയുടെ നേതൃത്വത്തിലുള്ള അനുശോചന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിൽ സായുധ സേന നടത്തിയ ത്യാഗങ്ങൾക്ക് അഭിമാനവും നന്ദിയും പ്രകടിപ്പിച്ചു. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ തങ്ങളുടെ മാതൃരാജ്യത്തെ ബഹുമാനത്തോടും സമർപ്പണത്തോടെയും സംരക്ഷിക്കാൻ ജീവൻ നൽകിയ കുവൈത്തിലെ വിശ്വസ്തരായ പുത്രന്മാരാണെന്ന് വിശേഷിപ്പിച്ചു. അവരുടെ ത്യാഗം രാജ്യത്തിന്റെ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു അധ്യായമായി തുടരുമെന്ന് കൂട്ടിച്ചേർത്തു. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നത് അതിന്റെ വിശ്വസ്തരായ പുരുഷന്മാരും സ്ത്രീകളും വഹിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണെന്ന് അവർ ഊന്നി പറഞ്ഞു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ 2 രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അനുശോചന സന്ദേശങ്ങൾ അയച്ചു. ദാരുണമായ നഷ്ടത്തിൽ ഹൃദയംഗമമായ അനുശോചനവും അറിയിച്ചു. രാജ്യത്തെ സംരക്ഷിക്കുന്നതിലും സുരക്ഷ ഉറപ്പാക്കുന്നതിലും 2 ഉദ്യോഗസ്ഥന്മാരും നടത്തിയ ആത്മാർത്ഥമായ സംഭാവനകളെയും അക്ഷീണ ശ്രമങ്ങളെയും അദ്ദേഹം അഭിമാനത്തോടെ അനുസ്മരിച്ചു. ജനങ്ങളുടെ സുരക്ഷയും ആശ്വാസവും ഉറപ്പാക്കാൻ കാവൽ നിൽക്കുന്ന കുവൈത്തിന്റെ സായുധ സേനയിലെ എല്ലാ അംഗങ്ങളുടെയും ഒരു പ്രതിനിധി മാത്രമാണ് ഞാനെന്ന സന്ദേശമാണ് മേജർ ഫഹദ് തന്റെ കുടുംബത്തിന് അവസാനമായി അയച്ചത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.